ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്ക് കൃഷിയിൽ, നമ്മുടെ ജൈവ കൃഷിയിലാണെങ്കിലും എല്ലാ കൃഷിയിലാണെങ്കിലും ഉപയോഗിക്കത്തക്കത്തിലുള്ള സ്പ്രെയർ, അതായത് സ്പ്രേ ചെയ്യുന്ന ഉപകരണം, അതിനെയാണ് നമ്മൾ ഈ സ്പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്പ്രെയർ നമുക്ക് കൃഷിയിൽ ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ കൈകൊണ്ട് സ്പ്രേ ചെയ്യുന്നതുണ്ട്. സാധാരണ നമുക്ക് ഓരോ തവണ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെടികളിലൊക്കെ 1-2 എണ്ണത്തിന് നമുക്ക് അടിച്ചു കൊടുക്കാം. പക്ഷേ ഇച്ചിരി കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് ചെറിയ നമുക്ക് ചീര മറ്റുള്ള ഇതിനൊക്കെ നമുക്ക് ഗോമൂത്രമൊക്കെ നേർപ്പിച്ച് തളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ തവണയും സ്പ്രേ ചെയ്യുമ്പോൾ അത് നമുക്ക് കൈക്കൊരു ആയാസം ഉള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള സ്പ്രെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എയർ പമ്പ് ടൈപ്പ് ഉള്ളതാണ്. ഇത് ഏകദേശം അതിൻ്റെ മിനിയേച്ചറാണ്. ഇതിൻ്റെ വലിപ്പത്തിലുള്ളതുണ്ട്, നമുക്ക് ഇതേപോലെ തന്നെ വലിയ എയർ പമ്പ് ഉള്ളതുണ്ട്. അപ്പോൾ അത് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 തവണയോളം അത് സ്പ്രേ ഒന്ന് പ്രഷർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീളത്തിലുള്ള, നല്ല ഉയരത്തിലുള്ള പാവല്, പടവലോ അങ്ങനെയുള്ള അവയെല്ലാം നമുക്ക് ഇലകൾ കൂടെ വളം കൊടുക്കുന്നതിന്, അതായത് പത്രപോഷണം, അതായത് ഫോളിയർ സ്പ്രേ ഒക്കെ കൊടുക്കാനൊക്കെ അനുയോജ്യമാണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഉടനെ ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു ലിറ്ററിൻ്റെ ഒരു ബേസാണ്. 1 ലിറ്ററിൻ്റെ ഒരു ബേസാണ്. അപ്പോൾ ഈ 1 ലിറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ നമുക്ക് ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1 ലിറ്റർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് 1 ലിറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇതിനകത്ത് നിന്നുള്ള നമുക്ക് സെറ്റായിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ അളവ് പാത്രമാണ്. 1 മില്ലി, 5 മില്ലി, 10 മില്ലി ഉള്ള ഒരു അളവ് പാത്രമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു വാഷർ കിട്ടും. ആ വാഷർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ വാഷർ കിട്ടുന്നത് ഇതാണ് അതിൻ്റെ പ്രഷർ കൊടുക്കുന്ന ഭാഗം. അപ്പോൾ ആ പ്രഷർ കൊടുക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഊരിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അതാണ് ഈ റബ്ബറിൻ്റെ വാഷർ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇടുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇത്തരത്തിലുള്ള സ്പ്രെയറിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സുകൾ കിട്ടും. അപ്പോൾ ഇത് നമ്മളൊന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണേലും ഉപയോഗിക്കാം. ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സും കിട്ടും. ഇപ്പോൾ നമ്മൾ സാധാരണ ഈ കടകളിലൊക്കെ കിട്ടുന്ന സ്പ്രെയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 40-50 രൂപയാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് യാതൊരു പ്രയോജനമില്ല. പിന്നെ പുതിയത് വാങ്ങിക്കുക അല്ലാതെ അതിനൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ ഇതുപോലുള്ള സ്പ്രെയർ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം സ്പെയറായിട്ട് കിട്ടും. ഇത് കിട്ടും, ഈ സാധനം കിട്ടും, ഇത് കിട്ടും. അങ്ങനെ ഇവയെല്ലാം നമുക്ക് സ്പെയറായിട്ട് കിട്ടും. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട്, ഇത് ഞാൻ സ്പെയർ ആണെന്ന് പറഞ്ഞു, അപ്പോൾ സ്പെയർ മാറ്റുകയാണ്. പിന്നെ ഇതിലേക്ക് ഏകദേശം ഇപ്പോൾ ഒരു മില്ലിയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇത് ഏകദേശം അതിൻ്റെ ആ ഒരു ലെവൽ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലത്തെ ഇതിൻ്റെ അളവ് പാത്രമുണ്ട്. 1 മില്ലി, 5 മില്ലി, 10 മില്ലി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം തന്നെ 1 മില്ലി കണക്ക് ഈ വെള്ളം തന്നെ സാധാരണ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം 1 മില്ലിയുടെ അളവ്. ഇപ്പം സ്യൂഡോമോണാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ 20 ഗ്രാം 1 ലിറ്റർ കലക്കിയിട്ട് നമുക്കത് സാധാരണ ഡയറക്റ്റ് അങ്ങ് ഒഴിക്കാം. പക്ഷേ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് 5 മില്ലി 1 ലിറ്റർ വെള്ളം. അപ്പോൾ ഏകദേശം എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു 5 മില്ലി എടുത്തിട്ട് ഇത്രയും വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് തിരിക്കണം. ഇങ്ങനെ തിരിച്ചിട്ട് നന്നായിട്ട് മുറുക്കിയതിന് ശേഷം ഇങ്ങനെ പ്രഷർ കൊടുക്കുക. 2-3 തവണ പ്രഷർ കൊടുത്താൽ തന്നെയാവും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പല മോഡെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിരിക്കുക. ഇതിങ്ങനെ മുറുക്കി വെച്ചിട്ട് അതൊക്കെ തിരിക്കുമ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെയാണ് പ്രസ് ചെയ്യേണ്ടത്, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തിരിക്കുന്നതനുസരിച്ച് ഇതിന് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ അതുപോലെ ഈ ഇടത്തെ വശത്തോട്ട് മുറുക്കും തോറും നമുക്കതിൻ്റെ ഫൈനായിട്ട്, ഇതിപ്പോൾ ഈ ഒരു മാവിൽ അടിക്കുന്നതുണ്ടോ, നല്ല തുള്ളിയായിട്ടാണ് പോകുന്നത്. ഒരു ഫൈൻ സ്പ്രേ ആണ് പോകുന്നത്. അപ്പോൾ ഈ മാവിനൊക്കെ നമുക്ക് സാധാരണ പോളിയാറായിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഇച്ചിരൂടെ കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹൈറ്റുള്ള അവയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ ഒന്ന് നല്ല ഹൈറ്റിൽ പോവുകയും ചെയ്യും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ഉപയോഗത്തിനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ വലിയ രീതിയിലെന്ന് പറയുമ്പോൾ 3 ലിറ്ററിൻ്റെ ഉണ്ട്, 6 ലിറ്ററിൻ്റെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പാണ് സിസ്റ്റം.
സിസ്റ്റം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്, പ്രഷർ പമ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ ഫൈൻ സ്പ്രേക്ക് ഏറ്റവും അനുയോജ്യമാണിത്. എന്താണ്ടോ ചീരയ്ക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര തൈകളൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഇതേപോലെ പോളിയാറായിട്ട് സ്പ്രേ കൊടുക്കാം. അപ്പോൾ ഈ ഗോമൂത്രമൊക്കെ 10-20 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇതിനകത്തിട്ട് ഇങ്ങനെ ഒഴുക്കി വന്നാൽ നമുക്ക് മുകളിൽ കൂടെ അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീരത്തൈ അങ്ങനെ ഒടിഞ്ഞു വീഴത്തില്ല. അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും അവയെല്ലാം ഒടിഞ്ഞു പോകും. അത് പിന്നെ വെള്ളം ഇതെന്ന് വെച്ചാൽ വെള്ളത്തുള്ളിക്ക് കനം തീരെയില്ല, തീരെ ഫൈൻ സ്പ്രേ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പ്രേയറുകൾ നമ്മൾ വീട്ടിൽ അത്യാവശ്യമായിട്ട് വാങ്ങിച്ചു വെക്കണം. നമ്മൾ കൃഷി രീതികളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്പ്രേയറാണ് ഇത്. ഇതൊരു ബേസ് മോഡലാണ്. അപ്പോൾ ഇതുപോലത്തെ പല രീതിയിലുള്ള കമ്പനികളുടെ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതെല്ലാം സ്പെയർ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഒരു സ്പ്രേയർ അത്യാവശ്യമായിട്ട് നിങ്ങൾ കരുതുക. ഇത്തരത്തിലുള്ള സ്പ്രേയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.